1994 നവോക്കി ഉറസാവ എന്ന് പറയുന്ന ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റ് ഒരു മാങ്ക പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ശേഷം 10 വർഷങ്ങൾ കഴിഞ്ഞിട്ട് 2004 ഈ സെയിം മാങ്കയെ തന്നെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ആനിമെ സീരീസും പുറത്തിറങ്ങുകയുണ്ടായി. ഈ ആനിമയുടെ പേരാണ് മോൺസ്റ്റർ. I got loyalty inside my DNA. I got cannabis, got war and peace inside my DNA. I got poison, pain and joy inside my DNA. Shinra Tensei. I was born with this is why I immaculate conception. Not your name, I was perform like this without you a new weapon. I know മോൺസ്റ്റർ എന്ന് പറയുന്ന ആനിമെ സീരീസ് ഞാൻ റീസെൻ്റ്ലി കണ്ടു. ഈ ഒരു സംഭവം കണ്ടു തീർത്തതിന് ശേഷം എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ചോദ്യം, നവോക്കി ഉറസാവ എന്ന് പറയുന്ന ഒരു മാങ്ക ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ഇത്രയും എക്സ്ട്രീം ലെവലും കോംപ്ലക്സ് ലെവലും ആയിട്ടുള്ളൊരു സ്റ്റോറി എഴുതിയെന്നാണ്. അല്ലെങ്കിൽ ഇതിലൊരു മെയിൻ ക്യാരക്ടറുണ്ട്, ആ ഒരു മെയിൻ ക്യാരക്ടറിനെ ഇദ്ദേഹം എങ്ങനെയാണ് എഴുതി പിടിപ്പിച്ച് പ്രേക്ഷകൻ്റെ മുന്നിലേക്ക് പോർട്രേ ചെയ്ത് വെച്ചതെന്നാണ്. അത്രയും ബ്രില്യൻറ്റും അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകൾ കൊണ്ട് തീരാത്ത അത്ര ഗംഭീരമായിട്ട് ഒരു മാസ്റ്റർ പീസ് ഐറ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തിയാണ് നവോക്കി ഉറസാവ എന്ന് പറയുന്നത്. ഈ ഒരു ആനിമെ സീരീസിൻ്റെ 10-70 എപ്പിസോഡുകൾ കണ്ടു പോകുന്ന ആ ഒരു സമയത്ത് എൻ്റെ ഉള്ളിൽ കൂടെ പോയ ആ ഒരു വികാരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കൂടെ പോയ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരു വേറെ ജാതി സാധനമാണ്. ഒരു റൈറ്ററിന് എത്രയും എക്സ്ട്രീം ലെവലിലേക്കൊക്കെ പോകുവാൻ സാധിക്കും. ഒരു റൈറ്ററിൻ്റെയൊക്കെ കഴിവെന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഈ ഒരു മോൺസ്റ്റർ കണ്ടേ തീരൂ. അത് ഞാൻ 100% ഉറപ്പോട് കൂടി പറയും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു തീർത്ത മോൺസ്റ്റർ എന്ന് പറയുന്ന ആനിമെ സീരീസ് ലോകത്തിലെ തന്നെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസസിൻ്റെ ടോപ്പ് പ്ലേസിൽ കൊണ്ടുപോകാം. ആനിമെ എടുത്താലും സിനിമ എടുത്താലും സീരീസ് എടുത്താലും എന്ത് കാറ്റഗറി ഓഫ് സംഭവങ്ങൾ എടുത്താലും അതിൻ്റെ ഏറ്റവും ടോപ്പ് പ്ലേസിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും മോൺസ്റ്റർ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ ജോണറിലേക്കൊക്കെ വരുമ്പോഴത്തേനും അതിലൊരു ടോപ്പ് 10 കൊണ്ടുവെക്കുവാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു മോൺസ്റ്റർ എന്ന് പറയുന്നത്. പല ആളുകളും ഒരു ആനിമെ ആയതുകൊണ്ട് തന്നെ അയ്യേ ഇത് കാണേണ്ട ആവശ്യമില്ല, കാർട്ടൂൺ ആണെന്ന് പറഞ്ഞ് മാറ്റുന്നുണ്ടായിരിക്കും. ആൻഡ് ആ കാണാത്ത ആൾക്കാർക്ക് പോയി എന്നേ ഞാൻ പറയത്തുള്ളൂ. കോർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ലവർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം മിസ് ചെയ്യരുത്. ഈ ഒരു സാധനം മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം മിസ് ചെയ്തു എന്നാണ് അർത്ഥം. അത്രയും ഗംഭീരമായിട്ട് ഒരു സംഭവം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു നവോക്കി ഉറസാവ എന്ന് പറയുന്ന മാങ്ക ആർട്ടിസ്റ്റ്. റീസെൻ്റ്ലി അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ആനിമയും കൂടെ വന്നിരുന്നു, പ്ലൂട്ടോ. ആ ഒരു സംഭവം വേറെ ലെവലാണ്. അങ്ങനെ തൻ്റെ റൈറ്റിങ്സും തൻ്റെ കഴിവുമൊക്കെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ കൊണ്ട് കാണിക്കണം, അത് തൻ്റെ ആർട്ടിനകത്ത് വരണമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി അദ്ദേഹം ചെയ്തത് കൊണ്ടാണെന്ന് തോന്നും. ഈ ഒരു മോൺസ്റ്റർ എന്ന് പറയുന്ന ആനിമെ എന്നെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. ജർമ്മനിയിലുള്ള ഏറ്റവും ബെസ്റ്റ് ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ടെൻമ. ഇദ്ദേഹം ഒരു ജാപ്പനീസ് ഒറിജിനുള്ള ക്യാരക്ടറാണ്, പക്ഷേ അദ്ദേഹം റൈറ്റ് നൗ ജർമ്മനിയിലാണ് ഉള്ളത്. അപ്പം ജർമ്മനിയിലെ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻസിൻ്റെ സക്സസ് എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. കാരണം ഒരു പേഷ്യൻറ്റിനെ അദ്ദേഹം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആ പേഷ്യൻ്റ് രക്ഷപ്പെടാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെ 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 ഹൈ ആണ്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടും അത്രയും കഴിവുള്ളൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടെൻമ എന്ന് പറയുന്ന ക്യാരക്ടറിന് ആ ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു പേരുണ്ട്, ആ ഒരു സ്ഥലത്ത് നല്ല പേരുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറിൻ്റെ മോളായിട്ടുള്ള കല്യാണം നമ്മുടെ ഡോക്ടർ ടെൻമയ്ക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല ലൈഫ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലൂടെയാണ് നമ്മുടെ ഡോക്ടർ ടെൻമ എന്ന ക്യാരക്ടർ മുൻപോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഡോക്ടർ ടെൻമയുടെ അടുക്കിലേക്ക് ഒരു കുട്ടി വരികയാണ്. അതായത് ആ ഒരു കുട്ടി വലിയൊരു ആക്സിഡൻറ്റിലൂടെ കടന്നു വരികയാണ്. എത്രയും പെട്ടെന്ന് മരിക്കും എന്നുള്ളൊരു സിറ്റുവേഷനാണ് ആ ഒരു കുട്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ടെൻമ എന്ന ക്യാരക്ടർ ആ ഒരു കുട്ടിയെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഹൈ പ്രൊഫഷണൽ കേസ് നമ്മുടെ ഡോക്ടർ ടെൻമയുടെ കയ്യിലേക്ക് വരുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ നടത്തേണ്ടതുണ്ട്. അപ്പം അത് നടത്താൻ വേണ്ടി നമ്മുടെ ഡയറക്ടർ അടക്കമുള്ള ഒരുപാട് ആളുകൾ ഡോക്ടർ ടെൻമ എന്ന് പറയുന്ന ക്യാരക്ടറിന് പ്രഷർ കൊടുക്കുകയാണ്. പക്ഷേ അതിനെയെല്ലാം നിരസിച്ചുകൊണ്ട് നമ്മുടെ ഡോക്ടർ ടെൻമ ഈ ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി തുരിഞ്ഞിറങ്ങുകയും ആ ഒരു കുട്ടിയെ ഓപ്പറേഷനിലൂടെ രക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കുട്ടിയെ രക്ഷിക്കാൻ പോയത് ഡോക്ടർ ടെൻമയുടെ ലൈഫിനെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കുകയാണ്. കാരണം അങ്ങനെ ചെയ്തത് കൊണ്ട് ആ ഒരു ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തി മരിച്ചു പോവുകയും നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിന് തന്നെ വലിയൊരു മാനക്കേട് ഉണ്ടാവുകയാണ്. ഡോക്ടർ ടെൻമ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മുടെ ആ ഒരു ഡയറക്ടർ ഫയർ ചെയ്യുകയും
തൻ്റെ മോളുമായിട്ടുള്ള കല്യാണം വേണ്ടാന്ന് വെക്കുകയും ചെയ്യണം. അങ്ങനെ ഡോക്ടർ ടെൻമയ്ക്ക് ഒരൊറ്റ ഓപ്പറേഷൻ മൂലം അല്ലെങ്കിൽ ഒരൊറ്റ കുട്ടിയെ രക്ഷിക്കുന്നതിൻ്റെ ആ ഒരു സംഭവത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറി മറിയുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അദ്ദേഹം വളരെ സങ്കടപ്പെട്ട് തൻ്റെ ജോലിയും പോയി, തൻ്റെ ലൈഫും ഏകദേശം പോയി എന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ എന്തോ ഒരു ദുരൂഹ സാഹചര്യത്തിലൂടെ മരിക്കുകയാണ്. ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ആളുകളും മരിക്കുന്നുണ്ട്. ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ക്രൈംസ് നടക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ ഡോക്ടർ ടെൻമ എന്ന് പറയുന്ന ക്യാരക്ടറിന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഡോക്ടർ ടെൻമയിലേക്കാണ് പോലീസുകാരെല്ലാം വരുന്നത്. കാരണം പ്രൈം സസ്പെക്റ്റ് ആയിട്ട് മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ടെൻമ എന്ന് പറയുന്ന ക്യാരക്ടർ താൻ ഇന്നസെൻ്റ് ആണെന്നും അത് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതും ഈ ഒരു ക്രൈമൊക്കെ ചെയ്യുന്ന ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നതിലൂടെയാണ് ഈ ഒരു ആനിമേ സീരീസിൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ആവുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് കണ്ടിരിക്കുന്ന പ്രേക്ഷകൻ്റെ കിള്ളികൾ പറത്തിക്കൊണ്ടാണ് ഈ ഒരു സീരീസ് മുൻപോട്ട് നീങ്ങുന്നത്. ഈച്ച് ആൻഡ് എവറി എപ്പിസോഡ് നമ്മൾ കഴിയും തോറും ഇത് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. ഇത് വളരെ സ്ലോ ബേണിംഗ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ കൂടെ ഇത് കണ്ടു തീർക്കാതെ നമുക്ക് ഒരു തരത്തിലുള്ള സമാധാനവും വരത്തില്ല. ഞാൻ ഏതോ ഒരു പോയിന്റ് വെച്ചിട്ട് ഈ ഒരു ആനിമയിൽ നിന്നൊരു ചെറിയ ബ്രേക്ക് എടുത്തിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് അങ്ങോട്ട് കാണാനുള്ളൊരു സൗകര്യമൊന്നും ഉണ്ടായില്ല. ഈ കഴിഞ്ഞ മാസമാണ് ഞാൻ വീണ്ടും ഈ ഒരു ആനിമെ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിത് നിർത്താൻ തോന്നുന്നില്ല. ഒരുമാതിരി അഡിക്ഷൻ ആയിരുന്നു ഈ ഒരു മോൺസ്റ്റർ എന്ന് പറയുന്ന ആനിമേ സീരീസ് കാണുന്ന സമയത്ത്. അത്രയും ഗംഭീരമായിട്ട് കാണുന്ന പ്രേക്ഷകനെ എൻഗേജഡായിട്ട് കൊണ്ടുപോകുന്ന ചുരുക്കം ചില കൺസെപ്റ്റ്സിലൊന്നാണ് മോൺസ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങളെ ഒട്ടും ലാഗ് അടിപ്പിക്കത്തില്ല, നിങ്ങളെ ഒട്ടും നിരാശരാക്കത്തില്ല, നിങ്ങൾക്ക് ഒരുപാട് കിളികൾ പറത്താം. നിങ്ങൾ കണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ക്യാരക്ടേഴ്സിനെയൊക്കെ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതിലെ മെയിൻ വില്ലനായിട്ടുള്ള ക്യാരക്ടർ, ഇതിലെ മെയിൻ വില്ലൻ ഹിസ്റ്ററിയിലെ തന്നെ ആനിമേ ഹിസ്റ്ററി ആയിക്കോട്ടെ, സിനിമ ഹിസ്റ്ററി ആയിക്കോട്ടെ, സീരിയസ് ഹിസ്റ്ററി ആയിക്കോട്ടെ, ഇതിലേക്ക് ഏറ്റവും ടോപ്പ് ലെവലിലൊക്കെ നിർത്താൻ പറ്റുന്നൊരു ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്. എന്ത് ജാതി ക്യാരക്ടറാണെന്ന് അറിയും. ഇതിലെ ഡോക്ടർ ടെൻമയുടെ ക്യാരക്ടറൈസേഷൻ ആയിക്കോട്ടെ, വില്ലൻ്റെ ക്യാരക്ടറൈസേഷൻ ആയിക്കോട്ടെ, വന്നു പോകുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെയൊക്കെ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നതായിക്കോട്ടെ, വളരെ ബ്രില്യൻ്റ് ആയിട്ട് കണ്ടു കഴിയുമ്പോഴത്തേനും അരേ വാ ഇതെന്ത് സാധനമാണെന്ന് നമ്മളെ കൊണ്ടുപോലും പറയിപ്പിക്കുന്ന രീതിക്കാണ് ഈ ഒരു ആനിമേ സീരീസ് പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് ഇതിൻ്റെ ക്രിയേറ്ററിന് വലിയൊരു ക്ലാപ്പ് തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആനിമയെ നല്ല കിടുക്കനായിട്ടുള്ള ആനിമേഷനോട് കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചതിനും ഒരു വലിയ ക്ലാപ്പ് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു സംഭവം കണ്ടു തീർത്ത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസത്തേന് ഇതേപ്പറ്റി തന്നെ നമ്മൾ ചിന്തിച്ചു പോകും. ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത് നമ്മൾ ചിന്തിച്ചു പോകും. അത്രയും മാരക മാസ്റ്റർ പീസ് ആയിട്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ മോൺസ്റ്റർ ഇതുവരെ കണ്ടിട്ടില്ല, ഈ ഒരു മോൺസ്റ്റർ എന്ന് പറയുന്ന ആനിമേ സീരീസിനെ പറ്റി ഇതുവരെ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യരുത്. ഇത് മിസ് ചെയ്താൽ നമ്മൾ ലൈഫിൽ നമ്മുടെ പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങൾ മിസ് ചെയ്യുക. അതായത് നമ്മൾ ഒരു കോർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഫാനാണ്, നമുക്ക് ഇത്തരത്തിലുള്ള സിനിമകളോടും സീരീസിലോടൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സാധനം സ്കിപ്പ് ചെയ്യരുത്. ഇത് നമ്മളെ ശരിക്കും ഞെട്ടിക്കും. എന്നെ ഇത്രയും ഞെട്ടിച്ചൊരു സെനീൻ കാറ്റഗറിയിൽ പെടുന്ന ആനിമയില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലി ബെർസർക്ക് കണ്ടിട്ടുണ്ട്, വിൻലാൻഡ് സാഗ കണ്ടിട്ടുണ്ട്, അറ്റാക്ക് ഓൺ ടൈറ്റൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ ഡിഫറൻ്റ് ആണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നൊരു ഐറ്റമാണ്. ഫാൻറ്റസി എലമെൻറ്റ്സ് ഒന്നും കുത്തിക്കയറ്റാണ്ട് കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഒരു എക്സാക്ട് കൈൻഡ് ഓഫ് സിനിമയോ അല്ലെങ്കിൽ ഒരു മാരക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ കാണുമ്പോഴത്തേനും കിട്ടുന്ന ഒരു എൻഗേജിങ് ഫാക്ടർ ഈ ഒരു സംഭവം കാണുമ്പോൾ കിട്ടും. ഇതുപോലൊരു സ്റ്റോറി, ഇതുപോലത്തെ ഒരു മാസ്റ്റർ പീസ് സ്റ്റോറി ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത് വളരെ യുണീക്കായിട്ട് നിൽക്കുന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും കൂടെ ആണെന്ന് ഞാൻ പറഞ്ഞു നോക്കുകയാണ്. അപ്പം കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. സീരീസിൻ്റെ പേരും മറക്കണ്ട, മോൺസ്റ്റർ.